ശ്രീകൃഷ്ണായ നമഃ. നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം മുതൽക്കാണ് ശുകൻ്റെ പരീക്ഷിത്ത് രാജാവിനോടുള്ള ഉപദേശം തുടങ്ങുന്നത്. ഇവിടെ ഭട്ടതിരി ഭാഗവതാർത്ഥ സംഗ്രഹം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിക്കുന്നു. ഉപദേശം സിദ്ധിച്ച പരീക്ഷത്തിൻ്റെ അതേ ഭാവനയിൽ തന്നെ. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാം സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. ഹേ വരദ, യയാ ഭവതുപാസനം കല്യതേ മമ താവതീം കല്യതാം കുരുഷ്വ. ഹേ വരദ, വരം നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കിത്തരേണമേ. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ ആശു തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം. പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് ഭഗവാന്റെ പ്രസാദത്തെ ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ട ആരോഗ്യം തീർച്ചയായും എനിക്ക് ലഭിക്കണം. ഭഗവാൻ അതിന് പ്രസാദമായി തന്നെ നൽകണം. അങ്ങയുടെ അനുഗ്രഹത്താൽ അഷ്ടാംഗയോഗം യാതൊരു ന്യൂനതയും കൂടാതെ അനുഷ്ഠിച്ച് അങ്ങയെ സന്തോഷിപ്പിച്ചു കൊള്ളാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് 8 വിധ യോഗാംഗങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 1, 2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യോഗാനുഷ്ഠാനം ഈ ദശകത്തിലും സംഗ്രഹിച്ചിരിക്കുന്നു. ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഴിയുമാറാകണം പ്രാർത്ഥനാ രൂപത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാം സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢദാദിഭിര്യമൈർ ആപ്ലവാദിനിയമൈശ്ച പാവിതാം കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ബ്രഹ്മചര്യദൃഢതാഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച പാവിതാഃ കുർമഹേ ദൃഢാം അമീം സുഖാസനം പങ്കജാദ്യം അഭി വ ഭവത്പരാഃ. അമി വയം ഭവത്പരാഃ. ഈ അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായി ബ്രഹ്മചര്യ ദൃഢതാഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച. ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും പാവിതാഹ പരിശുദ്ധന്മാരായി തീർന്നിട്ട് സുഖാസനം അഭി വാ സുഖാസനമോ പത്മാസനമോ സ്വസ്തികാസനമോ പങ്കജാദ്യം ദൃഢാം കുർമഹേ മുതലായ ആസനവിശേഷമോ ഏതെങ്കിലും ഒന്ന് അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം. യമം, നിയമം, ആസനം ഈ 3 യോഗാംഗങ്ങളെയാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മചര്യനിഷ്ഠ, അഹിംസ, സത്യം യമങ്ങൾ കൊണ്ടും സ്നാനജപം, തപസ് മുതലായ നിയമങ്ങൾ കൊണ്ടും ശുദ്ധനായിട്ട് ഞാൻ നിൻ തിരുവടിയിൽ തന്നെ ധ്യാനിച്ചു കൊണ്ടും പത്മം മുതലായ ആസനങ്ങളിൽ ഒന്നിനെ ഉറപ്പിച്ചു കൊള്ളാം.
ബ്രഹ്മചര്യദൃഢദാദിഭിര്യമൈർ ആപ്ലവാദിനിയമൈശ്ച പാവിതാം കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. താരം അന്തഃ അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാത് അത അപഹൃത്യ അസ്മഹേ ഭവതുപാസനോമുഖാഃ. വയം അന്തഃ താരം സന്തതം അനുചിന്യ. അടിയങ്ങൾ മനസ്സിൽ ഓംകാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷങ്ങൾ അകന്നവരായി അധ ഇന്ദ്രിയാണി വിഷയാത് അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും അപഹൃത്യ പിന്തിരിച്ച് ഭവത് ഉപാസനോത്മുഖാഹ അവിടത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി അസ്മഹേ ഇരുന്നു കൊള്ളാം. പ്രണവത്തെ മണിനാഥം പോലെ തുടർച്ചയായി ഉള്ളിൽ ധ്യാനിച്ച് പ്രാണവായുവിനെ പൂരക രേചക കുംഭകങ്ങളെ കൊണ്ട് നിയന്ത്രണം ചെയ്തിട്ട് രാഗദ്വേഷാദികളിൽ നിന്നും വിമുക്തനായി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ഞാൻ നിൻ തിരുവടിയെ സേവിക്കുന്നതിൽ മനസ്സിനെ തയ്യാറാക്കിയിരുന്നു കൊള്ളാം. പ്രാണായാമം, പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓംകാര അനുസന്ധാനമാണ് ഈ 2 യോഗാംഗങ്ങളെ സമ്പാദിക്കുവാനുള്ള മുഖ്യമാർഗം എന്നിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. ശ്ലോകം 4. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാം. അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ ധാരയേമ ധിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വേമ ഭവത് അംഘ്രി ചിന്തകാഃ. വയം തേ അസ്ഫുടേ വപുഷി. അടിയങ്ങൾ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത സ്വരൂപത്തിൽ പ്രയത്നതഃ ധിഷണാം മുഹുഹു മുഹുഹു ധാരയേമ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. ഭവദംഘ്രിചിന്തകാഃ. വയം അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ച ഉദ്വഹേമ കൊണ്ട് ധാരണ പരിശീലനം കൊണ്ട് ഭക്തി ആനന്ദത്തെയും ഹൃദയാദ്രീഭാവത്തെയും പ്രാപിച്ചു കൊള്ളാം. ആദ്യം അസ്പഷ്ടമായ അങ്ങയുടെ വപുസിൽ സ്വരൂപത്തിൽ പ്രയത്നം കൊണ്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ ബുദ്ധിയെ നിർത്തിക്കൊള്ളാം. അതുകൊണ്ട് ഭക്തിരസത്തെയും അതുകൊണ്ടുണ്ടാവുന്ന മനസ്സലിവിനെയും ഞാൻ പ്രാപിക്കുകയും ചെയ്യും. അതുമൂലം അങ്ങയുടെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്ന ഉത്തമ ഭക്തനായി തീരുകയും ചെയ്യും. ധാരണ എന്ന യോഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മുഹുർമുഹു വീണ്ടും വീണ്ടും. എന്നാൽ ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെയെല്ലാം തട്ടി നീക്കിക്കൊണ്ടുള്ള അഭ്യാസത്തെയും പ്രയത്നത്തെയും സൂചിപ്പിക്കുന്നു.
ഏത് കാര്യവും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ബൈ ഹാർട്ടാവും. സംഗീതം, പദ്യം ചൊല്ലൽ ഇവയെല്ലാം ഇതുപോലുള്ള കർമ്മങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുമ്പോൾ അത് ബൈ ഹാർട്ടാവും. പിന്നെ അതിനെ സ്മരിക്കുമ്പോൾ അത് ഓർമ്മയിൽ ഓടിയെത്തും. ഇതുപോലെ തന്നെയാണ് ഭക്തിയുടെ കാര്യത്തിലും. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാം. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാഃ ത്വദാശ്രയാഃ. ത്വദാശ്രയാഃ വയം, അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ, ധ്യാനയോഗനിരതാഃ, ധ്യാനയോഗത്തിൽ തൽപരരായിട്ട്, വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ് വപുഃ, അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ അവിടുത്തെ രൂപം, സുചിര ശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ, സ്വദീർഘമായ ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം. അങ്ങയെ സേവിക്കുന്നതിനായി ഞാൻ ധ്യാനയോഗം കൊണ്ട് അങ്ങയുടെ ഓരോ അവയവങ്ങളും നല്ലവണ്ണം തെളിഞ്ഞതായും സുന്ദരവുമായിരിക്കുന്ന അങ്ങയുടെ തിരുവുടലിനെ വളരെ കാലം അഭ്യാസം ചെയ്യുന്നതിനാൽ അനായാസേന മനസ്സിൽ ചിന്തിച്ചു കൊള്ളുവാൻ സാധിക്കും. വിസ്മയമായി തോന്നുന്നത്. വളരെ കാലം ധ്യാനം പരിശീലിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു കാണുവാൻ സാധിക്കും. ഓരോ അവയവങ്ങളും തെളിഞ്ഞു കണ്ടാൽ സുന്ദര രൂപമായി ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നതാണ് ഭട്ടതിരിയുടെ അഭിപ്രായം. നമുക്കും കണ്ണുകളെ മൂടി നെറ്റിയുടെ ഭാഗത്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഭഗവാന്റെ ശ്രവണരൂപത്തിൽ അനുഭവിച്ച് സ്ഥൂല ശരീരത്തിൽ ധാരണ ചെയ്ത് ധ്യാനം അഭ്യാസം ചെയ്യുമ്പോൾ ധ്യാനത്തിൽ കഷ്ടം കൂടാതെ ഭഗവാനെ ദർശിച്ച് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ. ശ്ലോകം 6. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ധ്യായതാം സകലമൂർത്തിം ഈദൃശീം ഉന്മിഷൻ മധുരതാം ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപം ആന്തരം ബ്രഹ്മരൂപം അയി തേ അവഭാസത്തെ. അയി ഭഗവാൻ ഈദൃശീം സകലമൂർത്തിം ധ്യായതാം. ഹേ ഭഗവാൻ, ഇപ്രകാരമുള്ള സകലമൂർത്തി, അതായത് സാവയവ രൂപം, അതിനെ ധ്യാനിക്കുന്നവരും ഉന്മിഷ മധുരതാ ഹൃദാത്മനാം യോഗിനാം, അഭിവ്യക്തമായ മാധുര്യത്താൽ ഹൃദയത്തിൽ വശീകരിച്ചവരുമായ യോഗികൾക്ക്
സാന്ദ്രമോദരസരൂപം ആന്തരം തേ രൂപം ബ്രഹ്മ അവഭാസത്തെ. ആനന്ദ ഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം പ്രകാശിക്കുന്നു. അല്ലയോ ഭഗവാൻ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഇപ്രകാരമുള്ള സകല സ്വരൂപത്തെ ധ്യാനിച്ച് അതിൻ്റെ അന്യാദൃശമായ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയ ചിത്തവൃത്തിയോടുകൂടിയ എനിക്ക് അങ്ങയുടെ സ്വരൂപമായ പരമാനന്ദത്തിനു സമാനമായ ബ്രഹ്മം മനസ്സിൽ വിളങ്ങും. ശുദ്ധമായതും സാത്വികമായതുമായ ഭഗവാന്റെ സകല രൂപം തോന്നുമ്പോൾ അതിന് ഭിന്നമായ നിഷ്കള ബ്രഹ്മരൂപവും, അതായത് നിർമ്മലമായ സ്പഷ്ടമല്ലാത്ത പരിശുദ്ധമായ ബ്രഹ്മസ്വരൂപം യോഗം സിദ്ധിച്ചവർക്ക് ആ ബ്രഹ്മം പ്രകാശിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിലെ സ്വർണം എന്നതുപോലെ രണ്ട് വസ്തുക്കളും ഒന്ന് തന്നെ എന്ന് അർത്ഥം. ശ്രീ ഗുരുവായൂരപ്പനും ബ്രഹ്മവും ഒന്ന് തന്നെ എന്ന് സാരം. ഒന്ന് സകള രൂപത്തിൽ, മറ്റൊന്ന് നിഷ്കള രൂപത്തിൽ. ഒന്നിനെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും, മറ്റൊന്നിനെ മനസ്സുകൊണ്ട് കാണുവാൻ സാധിക്കും. ദീപത്തിൽ ചൂട് എന്നതുപോലെ. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനർ അധഃ പരിച്യുതൗ ആരഭേമഹി ച ധാരണാധികം. തത്സമാസ്വദനരൂപിണി സ്ഥിതിം ത്വത്സമാധിം അയി വിശ്വനായക ആശ്രിതാക പുനഃ അധഃ പരിച്യുതൗ ആരഭേമഹി ച ധാരണാധികം. അയി വിശ്വനായക, ഹേ ജഗത് പ്രഭോ, ത്വസമാസ്വദനരൂപിണീം ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ സ്ഥിതിം ത്വസമാധിം ആശ്രിതാഹ, അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ, അതായത് നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് അധഃ പരിച്യുതൗ, ഈ നിർവികൽപ്പ സമാധിയിൽ നിന്നും ഭ്രംശം സംഭവിക്കുമ്പോൾ, ച്യുതം സംഭവിക്കുമ്പോൾ, പുനഃ ച ധാരണാധികം ആരഭേമഹി, വീണ്ടും ധാരണാദികളെ ആരംഭിച്ചു കൊള്ളാം. അല്ലയോ ജഗദീശ്വര, അങ്ങനെയുള്ള ഭഗവാന്റെ ആനന്ദരൂപമായ സ്വരൂപത്തെ നേരെ അനുഭവിക്കുകയാകുന്ന അങ്ങയെ വിഷയമാക്കിയുള്ള നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് ആനന്ദിച്ചു കൊള്ളാം. എന്നാൽ വീണ്ടും അതിൽ നിന്നും ഭ്രഷ്ടനായി പോയാൽ, ഭ്രംശം വരുമ്പോൾ ധാരണാദികളായ മറ്റ് യോഗാംഗങ്ങളെ വീണ്ടും പരിശീലിച്ചു കൊള്ളാം, വീണ്ടും ആരംഭിക്കാം. ധ്യാനം അഭ്യസിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സ് വേറെ ചിന്തകൾക്ക് മാറിപ്പോകുമ്പോൾ വീണ്ടും ആ മനസ്സിനെ ധ്യാനത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. എവിടെ ശ്രദ്ധയെ കൊടുക്കുന്നുവോ അവിടെ മനസ്സ് നിൽക്കും. ഉദാഹരണം, 10,000 രൂപ കെട്ടിനെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ പറഞ്ഞാൽ അത് ശരിയായിട്ട് എണ്ണുവാൻ നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധ മാറിപ്പോയാൽ തെറ്റും. ആദ്യം മുതൽക്കേ ആരംഭിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ മറ്റൊരു മാർഗത്തെ സ്വീകരിച്ച് അതിൽ തന്നെ ശ്രദ്ധയെ കൊടുത്ത് ചെയ്യുമ്പോൾ അവസാനം മനസ്സ് ശരിയായി കണക്കാക്കുന്നതിൽ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് നാമജപവും ഭക്തിയും ധ്യാനവുമെല്ലാം. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനർ അധഃ പരിച്യുതൗ
ആരഭേമഹി ച ധാരണാധികം. ശ്ലോകം 8. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിദാം ഗദാ സഞ്ചരേമശുഗനാരദാദിവത്. ഇത്തം അഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മ സുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗദാഃ സഞ്ചരേമ നാരദാദിവത്. വയം ഇത്തം അടിയങ്ങൾ ഇപ്രകാരം അഭ്യസന നിർഭരോല്ലസത്ത് യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന ത്വത് പരാത്മസുഖ കൽപ്പിതോത്സവാഃ അവിടുന്ന് തന്നെയായ പരബ്രഹ്മാനന്ദം കൊണ്ടുണ്ടായ ഹർഷാതിരേകത്തോടുകൂടിയവരായി മുക്ത ഭക്ത കുലമൗലിതാം ഗദാഃ ജീവൻ മുക്തരായ ഭക്തശിരോമണികളായി തീർന്നിട്ട് ശുക നാരദാദിവത് സഞ്ചരേമ ശുഗൻ നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ. മേൽ പറഞ്ഞതുപോലെ ധാരണ, ധ്യാനം, സമാധി ഇവയുടെ വീണ്ടും വീണ്ടുമുള്ള പരിശീലനത്താൽ തെളിഞ്ഞു വിളങ്ങുന്ന ഭഗവാൻ എന്ന പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ആനന്ദത്താൽ സംതൃപ്തനായ ഞാൻ ജീവൻ മുക്തന്മാരായ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായി തീർന്ന ശുഗൻ, നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കും. ജീവൻ മുക്തരെന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് ആനന്ദിക്കുന്നവരാണ് ഇവർ. ശുഗൻ, നാരദനെ ഇവിടെ ഉദാഹരിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് ജനക മഹാരാജാവിനെയും ജീവൻ മുക്തരായി പറഞ്ഞിട്ടുണ്ട്. സമാധിയിൽ വിജയം നേടിയ യോഗികളുടെ യഥേഷ്ടമായ ഗതിവിശേഷത്തെ അടുത്ത 7 ശ്ലോകത്തിൽ കൂടി വിവരിക്കുന്നു. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിദാം ഗദാ സഞ്ചരേമശുഗനാരദാദിവത്. ശ്ലോകം 9. ത്വത്സമാധിവിജയേ തു യഃ പുനർമങ്ക്ഷുമോക്ഷരസികഃ ക്രമേണ വാം യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്യജസുഷുമ്നയാശനൈഃ. ത്വസമാധിവിജയേ തു യഃ പുനർമങ്ക്ഷു മോക്ഷരസികഃ ക്രമേണ വാ യോഗവശ്യം അനിലം ഷഡാശ്രയൈഃ ഉന്നയതി അജ സുഷുപ്നയാ ശനൈഃ. ഹേ അജ, അല്ലയോ നിത്യസ്വരൂപ, യഹ തു യാതൊരുവനാണോ ത്വസമാധിവിജയേ മങ്ക്ഷു ക്രമേണ വാ മോക്ഷരസികാഃ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ ഉടനെ അഥവാ ക്രമത്തിൽ മോക്ഷരസികഃ മോക്ഷം നേടാൻ തൽപരനായിത്തീർന്ന് സഹ യോഗവശ്യം അനിലം അവൻ പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ ഷഡാശ്രൈഹി 6 സ്ഥാനങ്ങളിലൂടെ സുഷുപ്നയാ ശനൈഹി ഉന്നയതി സുഷുപ്നനാഡീദ്വാര മെല്ലെ മേലോട്ടുയർത്തുന്നു. അല്ലയോ ജന്മരഹിതനായ ദേവ, നിൻ തിരുവടിയിലുള്ള സമാധിസിദ്ധമായ ഉടൻ നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ ഉടൻ മുക്തിയെ ആഗ്രഹിക്കുന്നവരായാലും ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവരായാലും പ്രാണായാമം കൊണ്ട് വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ സുഷുപ്നാനാഡി വഴി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നുള്ള 6 സ്ഥാനങ്ങളിൽ കൂടി സാവധാനത്തിൽ മേൽപോട്ട്
ഉയർത്തും എന്ന് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ കൂടി വെളിപ്പെടുത്തുന്നു. സദ്യോമുക്തി, ഈ പിറവിയിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ സിദ്ധിക്കുന്ന മുക്തി. ക്രമമുക്തി, ഭൂലോകത്തിനു മേലെയുള്ള ലോകങ്ങളിൽ ദൈവിക പിറവിയെ അടഞ്ഞതിനു ശേഷമുള്ള മുക്തി. 6 പടികളും താണ്ടിയാൽ ശിവനെ അടയാം എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഷഡാശ്രേഹി, 6 സ്ഥാനങ്ങളും കഴിഞ്ഞാൽ പിന്നെ മംഗളമായി തീരുന്നു, ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നു എന്നർത്ഥം. പിന്നെ പരമാനന്ദത്തിൻ്റെ നില തന്നെ. ത്വത്സമാധി വിജയേതു യഃ പുനർ മംക്ഷുമോക്ഷരസിക ക്രമേണ വാം യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്യജസുഷുമ്നയാശനൈ. ശ്ലോകം 10. ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹം ഊർധ്വലോകകുതുഗീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. ലിംഗദേഹം അഭി സത്യജൻ അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകി തു മൂർധതഃ സാർദ്ധ്രം ഏവ കരണൈഃ നിരീയതേ. നിരാഗ്രഹ, ബ്രഹ്മലോകാദിസുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി. അധോ, പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം ലിംഗദേഹം അഭിസന്ധ്യജൻ പരേ ത്വയി ലീയതേ, സൂക്ഷ്മശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട് പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു. ഊർധ്വലോകകുതുകി തു, ബ്രഹ്മലോകാദികൾ കൊതിക്കുന്നവരാകട്ടെ മൂർധതഃ കരണൈഃ സാർദ്ധ്രം ഏവ നിരീയതേ, ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മശരീരത്തോടു കൂടി തന്നെ നിർഗമിക്കുന്നു. ഉടൻമുക്തിയെ ആഗ്രഹിക്കുന്നവൻ പിന്നെ സൂക്ഷ്മശരീരത്തെയും തീരെ ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപനായ നിൻ തിരുവടിയിൽ ലയിക്കുന്നു. ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവനാവട്ടെ ബ്രഹ്മലോകം മുതലായവയെ അനുഭവിക്കുന്നതിന് കൗതുകം ഉള്ളവനായിരുന്നാൽ ലിംഗശരീരത്തോടു കൂടി തന്നെ ബ്രഹ്മരസത്തെ ഭേദിച്ച് പുറപ്പെടുന്നു. സൂക്ഷ്മ ശരീര ലക്ഷണത്തെ കാണുവാൻ പറ്റില്ല, അതിനെ അനുഭവിക്കുവാൻ മാത്രം സാധിക്കും. കണ്ണിൽ കൂടി കാണുവാൻ സാധിക്കുന്നതിനെ സ്ഥൂല ശരീരം എന്നും കണ്ണിൽ കൂടി കാണുവാൻ പറ്റാത്തതിന് ലിംഗദേഹം എന്നും പറയും. അതിനെ സൂക്ഷ്മ ശരീരം എന്നും പറയാറുണ്ട്. 5 പ്രാണവായുക്കൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയടങ്ങിയതാണ് സൂക്ഷ്മ ശരീരം. ഉദാഹരണം, അഗ്നിയിൽ അഗ്നി സ്ഥൂലം, അതിലിരിക്കുന്ന ചൂട് സൂക്ഷ്മം, ചൂടിനെ അനുഭവിക്കുവാൻ മാത്രം സാധിക്കും. അതുപോലെ തന്നെ മധുരപലഹാരത്തിൽ ലഡ്ഡു സ്ഥൂലം, അതിലുള്ള മധുരം സൂക്ഷ്മം. ഇതുപോലെ എല്ലാ വസ്തുക്കളിലും 2 അവസ്ഥകൾ ഉണ്ടായിരിക്കും, സ്ഥൂലം, സൂക്ഷ്മം. കണ്ണിൽ കൂടി കാണുവാൻ പറ്റുന്നവ, അതിൽ തന്നെ കണ്ണിൽ കൂടി കാണുവാൻ സാധിക്കാത്തവ. ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹം ഊർധ്വലോകകുതുഗീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. ശ്ലോകം 11. അഗ്നിവാസരവളർക്ഷപക്ഷഗൈർ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ
മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസര വളർഷ പക്ഷൈകൈർ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവ പദാന്തമീയതേ. ഭവത്പരഃ അവിടുത്തെ മുഖ്യമായി സേവിച്ച യോഗി അഗ്നിവാസര വളർഷ പക്ഷൈഃ അഗ്നി, പകൽ, സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണജുഷാ ച ദൈവതൈഃ ഉത്തരായണ കാലാധിഷ്ഠങ്ങളും ആയ ദേവതകളാൽ രവിപദം പ്രാപിതഃ മോദവാൻ സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായി ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം ഇവയുടെ അധിഷ്ഠാന ദേവതകൾ മൂലം സൂര്യലോകത്തിൽ, അതായത് ആദിത്യമണ്ഡലത്തിൽ പ്രാപിക്കപ്പെട്ട ആ ജീവാത്മാവ് അങ്ങയെ തന്നെ സേവിക്കുവാൻ ആഗ്രഹിച്ച് സന്തോഷത്തോടുകൂടി ധ്രുവലോകം വരെ പോകുന്നു. ജീവാത്മാവ് സൂര്യരശ്മി വഴി ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും വെളിയിൽ വരുന്ന ജീവാത്മാവിനെ അഗ്നിദേവത അഗ്നിലോകത്തിൽ കൂടി കൊണ്ടുപോയി പകലിൻ്റെ ദേവതയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ആ ദേവതയുടെ കയ്യിൽ നിന്നും ശുക്ലപക്ഷത്തിൻ്റെ ദേവത ഏറ്റുവാങ്ങുന്നു. ശുക്ലപക്ഷ ദേവതയുടെ കയ്യിൽ നിന്നും ആ ജീവാത്മാവ് ഉത്തരായണ ദേവതയുടെ കയ്യിലെത്തിക്കുന്നു. ആ ദേവത അതിനെ സംവത്സര ദേവതയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. ആ ദേവത അതിനെ ദേവലോകം വഴി കൊണ്ടുപോയി വായുദേവതയെ ഏൽപ്പിക്കുന്നു. വായുദേവത ആദിത്യ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നു. ആദിത്യ ദേവതയാകട്ടെ തൻ്റെ മണ്ഡലത്തെ ഭേദിച്ചു പോകുന്ന ജീവനെ തൻ്റെ ലോകത്തിൽ കൂടി കൊണ്ടുപോയി ചന്ദ്രദേവതയുടെ കൈവശമേൽപ്പിക്കുന്നു. ചന്ദ്രദേവത മിന്നലിൻ്റെ ലോകത്തിൽ കൊണ്ടുപോകും. അവിടെ നിന്നും ധ്രുവലോകം വരെ എന്നതാണ് അതിൻ്റെ മുറ. ഇങ്ങനെ അങ്ങയുടെ ഭക്തൻ സന്തോഷമായി ധ്രുവപദം വരെ എത്തിച്ചേരുന്നു. അഗ്നിവാസരവളർക്ഷ പക്ഷഗൈർ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ശ്ലോകം 12. ആസ്ഥിതോ ധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേധസ പദമദപുരൈവ വാ. ആസ്ഥിതഃ അധ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണ അർദ്ധ്യതേ ഈയതേ ഭവദ് ഉപാശ്രയഃ തദാ വേദസഃ പദം അധഃ പുരാ ഏവ വാ. അധ മഹരാലയേ ആസ്ഥിതഃ ധ്രുവപദപ്രാപ്തിക്ക് ശേഷം മഹർലോകത്തിൽ സുഖമായി വസിക്കുന്നവനായിട്ട് യഥാ ശേഷവക്ത്രദഹനോഷ്മണ അർദ്ധ്യതേ അപ്പോൾ അനന്തൻ്റെ മുഖത്തിൽ നിന്നും ഉയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നുവോ തഥാ ഭവദ്യുപാശ്രയഃ വേദസഃ പദം ഈയതേ അപ്പോൾ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകം പ്രാപിക്കുന്നു. വാ അധഃ പുരാ ഏവ അഥവാ അനന്തശേഷവധനാഗ്നി പീഡയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. പിന്നീട് ആഴക്കടൽ ബ്രഹ്മാവിനോടൊപ്പം ആയുസ്സുള്ള ആളുകൾ പാർക്കുന്ന മഹർലോകത്തിൽ സുഖമായി വസിച്ചതിനു ശേഷം അനന്തൻ്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിജ്വാലയാൽ
ഉപദ്രവം ഉണ്ടാകുന്നതിനു മുമ്പേ തന്നെ അങ്ങയെ ശരണമായി വിചാരിച്ചാൽ, അങ്ങയെ ശരണമടഞ്ഞു കഴിഞ്ഞാൽ ജനലോകത്തെയും തപോലോകത്തെയും അതിക്രമിച്ചിട്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. മഹർലോകത്തിലെത്തിയ ജീവാത്മാവിന് പ്രളയകാലം വരെ അവിടെ പാർക്കുകയോ വേഗം തന്നെ അവിടം വിട്ട് പോകുകയോ ഇഷ്ടം പോലെയും ആവാം. നേരത്തെ പോകാൻ ആഗ്രഹിക്കുന്ന പക്ഷം ബ്രഹ്മാവിൻ്റെ കൽപ്പന പ്രകാരം ഒരാൾ ബ്രഹ്മലോകത്തിൽ നിന്നും വന്ന് ഇന്ദ്രൻ, പ്രജാപതി ഇവരുടെ ലോകങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി വിരജാ നദി കടത്തി ബ്രഹ്മലോകത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഈ ലിംഗശരീരം ദിവ്യമായി തീരും. ആസ്ഥിതോധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേധസ പദമദപുരൈവ വാ. ശ്ലോകം 13. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃതപ്രളയ ഏധി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡം ഓജസാ. തത്ര വാ അഥവാ തവ പദേ വസൻ, ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്നവനായിട്ടുള്ള യോഗി പ്രാകൃതപ്രളയെ മുക്തതാം ഏതി, അതായത് പ്രാകൃതപ്രളയത്തിൽ ബ്രഹ്മപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അഥവാ സ്വേച്ഛയ പുരാഖലു, അല്ലെങ്കിൽ ഇച്ഛാനുസാരം പ്രാകൃതപ്രളയത്തിനു മുമ്പ് തന്നെ ഓജസ ജഗദണ്ഡം സംവിഭിദ്യ വിമുച്യതേ, തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡം പിളർന്നിട്ട് മോക്ഷം പ്രാപിക്കുന്നു. സത്യലോകത്തിൻ്റെ ഉള്ളിൽ തന്നെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ലോകങ്ങളുണ്ട്. ഇവരിൽ ഓരോരുത്തരെയും ഉപാസിക്കുന്നവർ അവരുടെ ലോകത്തെ പ്രാപിച്ചിട്ട് അവിടെയുള്ള സുഖങ്ങളെ അനുഭവിക്കുന്നു. പ്രാകൃതപ്രളയം വരുമ്പോൾ മുക്തനാവുകയും ചെയ്യും. പ്രകൃതിയിൽ നിന്നുമുണ്ടായ മഹത്വത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ മുതലായവ തൻ്റെ കാരണത്തിൽ ലയിക്കുന്നതാണ് പ്രാകൃതപ്രളയം. സത്യലോകത്തെ പ്രാപിക്കുന്നവർ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അന്യലോകത്തിലോ വസിച്ച് പ്രാകൃതപ്രളയം വരുമ്പോൾ മുക്തനായിത്തീരുന്നു. അതിനു മുമ്പും വേണമെങ്കിൽ യോഗബലം കൊണ്ട് തൻ്റെ ഇച്ഛപ്രകാരം ബ്രഹ്മാണ്ഡ കടാഹത്തെ ഭേദിച്ച് മുക്തനാവാം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. ശ്ലോകം 14. തസ്യ ചക്ഷിതിപയോ മഹോനില ദ്യോ മഹത് പ്രകൃതി സപ്തഗാവൃതി തത്തദാത്മഗതയോ വിശൻ സുഖി യാദിതേ പദമനാവൃതം വിഭോ. തസ്യ ച ക്ഷിതിപയോ മഹോനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദം അനാവൃതം വിഭോ. വിഭോ യോഗി തസ്യ ച, ഹേ പരിപൂർണ സ്വരൂപ യോഗി ബ്രഹ്മാണ്ഡത്തിൻ്റെ ക്ഷിതി പയോ മഹോനില ദ്യോത് മഹത് പ്രകൃതി സപ്തകാവൃതിഃ പൃഥ്വി, ജലം,
തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ തത്തധാത്മകതയാ വിശൻ സുഖി അതതിൻ്റെ സ്വരൂപത്തിൽ, അതായത് സൂക്ഷ്മ ശരീരത്തോടെ പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ച് അവിടുത്തെ ആവരണരഹിതമായ ബ്രഹ്മരൂപത്തെ പ്രാപിക്കുന്നു. അല്ലയോ സർവശക്ത, ഹേ പരിപൂർണ സ്വരൂപ, ആ ബ്രഹ്മാണ്ഡ കടാഹത്തിലുള്ള ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ അതാതിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ രൂപത്തിൽ പ്രവേശിച്ച് സുഖമായിട്ട് അങ്ങയുടെ ഭക്തൻ ഈ 7 ആവരണങ്ങൾ ഒന്നുമില്ലാത്ത അങ്ങയുടെ പദത്തെ, അതായത് ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. മോക്ഷം സിദ്ധിക്കുന്നു. ജനന മരണത്തിലിരുന്ന് വിമോചനം, അതായത് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നു എന്നർത്ഥം. തസ്യ ചക്ഷിതി പയോ മഹോ നീല ദ്യോ മഹത് പ്രകൃതി സപ്തഗാവൃതി തത്തദാത്മഗതയോ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിം ഈദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. ഹേ ജഗത്പദേ, അല്ലയോ ജഗദീശ്വര, അർച്ചിരാധിഗതിം വ്രജൻ യോഗി, ഇപ്രകാരമുള്ള തേജോലോകാധിഗതിയെ പ്രാപിക്കുന്നവനായ യോഗി, വിച്ഛുതിം ന ഭജതേ, പുനരാവൃത്തിയെ പ്രാപിക്കുന്നില്ല, സച്ചിദാത്മാ, സച്ചിദാനന്ദ സ്വരൂപനായ അനിലേശ, ശ്രീ ഗുരുവായൂരപ്പ, ഭവത് ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണമേ. ഭവത് ഗുണോദയൻ ഉച്ചരന്തം, കീർത്തനം, സ്മരണം എന്ന 2 രൂപത്തിലുള്ള ഭക്തിയെയാണ് ഈ ശ്ലോകത്തിൽ കാണിക്കുന്നത്. കീർത്തനം സംഭവിക്കണമെങ്കിൽ സ്മരണമില്ലാതെയാവില്ല. അല്ലയോ സച്ചിദാനന്ദ സ്വരൂപ, ഇപ്രകാരം തേജസ് നിറഞ്ഞതും മറ്റും പ്രകാശം നിറഞ്ഞതും ലോകമാർഗേണയുള്ള ഗതി ലഭിച്ച യോഗിയുടെ ജീവൻ, ആ ജീവാത്മാവ് വീണ്ടും തിരികെ കീഴ്പോട്ട് വരികയില്ല. അല്ലയോ ജഗദീശ്വരനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണോത്കർഷങ്ങളെ, അതായത് അങ്ങയുടെ നാമകീർത്തനവും സ്മരണയും യഥാശക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ആദി വ്യാധികളിലിരുന്ന് രക്ഷിക്കണമേ. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. എന്നിങ്ങനെയാണ് ഭാഗവതത്തിലെ 2ാം സ്കന്ധത്തിലിരുന്ന് 2ാം അധ്യായം ഇവിടെ നാരായണീയത്തിൽ നാരായണ ഭട്ടതിരി അതിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ട് ഈ ദശകത്തെ വിവരിച്ചത്. മുഴുവനും പാരായണം. ദശകം 4. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢദാദിഭിർയമൈർ ആപ്ലവാദിനിയമൈശ്ച പാവിതാം
കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ താരമന്തരനു ചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാം വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനർ അധഃ പരിച്യുതൗ ആരഭേമഹി ച ധാരണാധികം ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിദാം ഗദാ സഞ്ചരേമശുഗനാരദാദിവത് ത്വത്സമാധിവിജയേതു യഃ പുനർ മങ്ക്ഷുമോക്ഷരസിക ക്രമേണ വാം യോഗവശ്യമനിലം ഷടാശ്രയൈർ ഉന്നയത്യജസുഷുമ്നയാശനൈ ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹം ഊർധ്വലോകകുതുഗീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയത്തെ അഗ്നിവാസരവളർക്ഷപക്ഷഗൈർ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ ആസ്ഥിതോ ധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേധസ പദമദപുരൈവ വാ തത്ര വാ തവ പദേധവാവസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ തസ്യ ചക്ഷിതിപയോ മഹോനില ദ്യോമഹത് പ്രകൃതി സപ്തഗാവൃതി തത്തദാത്മഗതയോ വിശൻ സുഖി യാദിതേ പദമനാവൃതം വിഭോ അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ
ഉച്ചരന്തമനിലേശ പാഹി മാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.